മൂടുപടം ധരിച്ച സ്ത്രീ പതിവ് പോലെ വേഗം നടന്നു നീങ്ങുന്നു. ആയാസരഹിതമായ വേഗത്തിലുള്ള നടപ്പ്. അവളുടെ മേലങ്കിയുടെ തോൾഭാഗം കാറ്റുകൊണ്ട് വീർത്തപ്പോൾ ചിറകു വിടർത്തിയ പോലെയുണ്ട്. അപ്പോൾ ഇസ്രയേൽക്കാരിയാണോ എന്ന് ഇപ്പോൾ അറിയാൻ പറ്റും, പത്രോസ് പറയുന്നു. എന്തുകൊണ്ട്? കാരണം അവൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ സ്വന്തമായി വീടില്ലാത്തൊരു ദരിദ്ര സ്ത്രീയാണ്. വേറൊന്നുമല്ല, ഇത് ഓർത്തുകൊള്ളു പത്രോസ്. ഈശോ ഗ്രാമത്തിലേക്ക് നടക്കുന്നു. അതെ ഗുരുവേ, ഞാൻ ഓർത്തുകൊള്ളാം. എല്ലാവരും തിരുനാളിന് വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ സ്ത്രീകളായിരിക്കും ദീപങ്ങൾ കൊളുത്തുക. എനിക്ക് വിഷമമുണ്ട്. എൻ്റെ വീട്ടിൽ ദീപം കൊളുത്തുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണാതിരിക്കുക. ഞാൻ തന്നെ ദീപം കൊളുത്താതിരിക്കുന്നതും. നീ ഒരു വലിയ കുഞ്ഞാണല്ലോ. നമ്മളും ദീപങ്ങൾ കൊളുത്തും. അന്നേരം പിന്നെ നിനക്ക് വിഷമം തീരുമല്ലോ. ദീപം കൊളുത്തുന്നയാളും നീ തന്നെയായിരിക്കും. ഞാനോ കർത്താവേ? ഞാനല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ തലവൻ നീയാണ്. അതുകൊണ്ട് നീയാണ് ദീപം കൊളുത്തേണ്ടത്. ഞാൻ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ദീപമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസേ, ഞാൻ നിത്യമായ ശുദ്ധീകരണമാണ്. ഞാൻ ചിസ്ലേവ് മാസത്തിൻ്റെ 25-ാം ദിവസമാണ് ജനിച്ചതെന്ന് നിനക്കറിയാമോ? അന്ന് എത്ര വിളക്കുണ്ടായിരുന്നിരിക്കണം? പത്രോസ് വിസ്മയം കൊണ്ട് പറയുന്നു. അവയെണ്ണാൻ കഴിയുമായിരുന്നില്ല. ആകാശത്തിലുള്ള സർവ്വനക്ഷത്രങ്ങളുമല്ല നിന്റെ ജന്മദിനം നസ്രസിൽ അവർ ആഘോഷിച്ചില്ലേ? ഞാൻ നസ്രസിലല്ല ജനിച്ചത്. ബെത്ലഹേമിലുള്ള ഒരു കാലിത്തൊഴുത്തിലാണ് ഞാൻ ജനിച്ചത്. നോക്കൂ, ജോണിന് ശാന്തമായിരിക്കാൻ കഴിയും. ജോൺ വളരെ അനുസരണയുള്ളവനാണ്. അവന് ജിജ്ഞാസയുമില്ല. എന്നാൽ എനിക്കെല്ലാം അറിയണം. അതേക്കുറിച്ചല്ല. നിന്റെ പാവം സൈമനോട് പറയുമോ? അല്ലാതെ നിന്നെക്കുറിച്ച് ഞാൻ എങ്ങനെ പ്രസംഗിക്കും? വളരെ പ്രാവശ്യം ആളുകൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തു പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മറ്റുള്ളവർക്കെല്ലാം കഴിവുണ്ട്. അതായത് നിന്റെ സഹോദരന്മാർക്കും സൈമണും ബെർത്തിലോമിയോക്കും സൈമന്റെ പുത്രൻ യൂദാസിനും കഴിവുണ്ട്. അതെ, തോമസും പ്രസംഗത്തിന് മിടുക്കനാണ്. ചന്തയിൽ സാമാനങ്ങൾ വിൽക്കാൻ കൂവിക്കൊണ്ട് നടക്കുന്ന കച്ചവടക്കാരെ പോലെയുണ്ട് തോമസ്. എന്നാലും അവന് സംസാരിക്കാൻ കഴിയും. പിന്നെ മാത്യു, അവനൊരു പ്രയാസവുമില്ല. പണ്ട് ചുങ്കം പിരിക്കുന്ന മേശക്കരികിലിരുന്ന് ആളുകളോട് പൊള്ളവാക്ക് പറഞ്ഞ് പണം തട്ടിയ ആ സാമർഥ്യം. നീ പറഞ്ഞത് ശരിയാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ച ആ സാമർഥ്യം ഇപ്പോൾ അവൻ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പാവം. യോനാസിന്റെ പുത്രൻ സൈമൺ മത്സ്യം നിന്നെ എന്താണ് പഠിപ്പിച്ചത്? തടാകം എന്തു പഠിപ്പിച്ചു? 2 കാര്യങ്ങൾ. എന്നാൽ അതുകൊണ്ടൊരു ഉപകാരവുമില്ല. മൗനമായിരിക്കാനും സ്ഥിരതയുള്ളവനായിരിക്കാനും മത്സ്യം എന്നെ പഠിപ്പിച്ചു. വലയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്ഥിരമായി ശ്രമിച്ചു. അവയെ വലയിൽ നിന്നും ഇടാതിരിക്കാൻ ഞാൻ സ്ഥിരമായി നോക്കി. ധൈര്യമായിരിക്കാനും തടാകം പഠിപ്പിച്ചു. പിന്നെ വെള്ളം എന്ത് പഠിപ്പിച്ചു? എൻ്റെ ഒരു മാംസപേശിക്കും വിശ്രമം കൊടുക്കാനാവാത്ത വിധം ബുദ്ധിമുട്ടി തുഴയാനും തിരകൾ കൊണ്ട് തടാകം ഇളകി വെള്ളം മറിക്കുമ്പോഴും എഴുന്നേറ്റ് നിൽക്കാനും പഠിപ്പിച്ചു. ധ്രുവ നക്ഷത്രത്തെ നോക്കുവാൻ, ചുക്കാൻ മുറുകെ പിടിക്കാൻ, ശക്തനും ധീരനും സ്ഥിരതയുള്ളവനും സൂക്ഷ്മയുള്ളവനും ആയിരിക്കണമെന്ന് ഇതെല്ലാമാണ് എൻ്റെ പാവപ്പെട്ട ജീവിതം എന്നെ പഠിപ്പിച്ചത്. ഈശോ ഒരു കൈ പത്രോസിൻ്റെ തോളിൽ വെച്ചുകൊണ്ട് പിടിച്ചു കുലുക്കുകയും സ്നേഹത്തോടും ആശ്ചര്യത്തോടും കൂടെ ആ കളങ്കമില്ലാത്ത ആത്മാർത്ഥതയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പത്രോസിനെ നോക്കി പറയുന്നു, ഇതെല്ലാം ധാരാളമാണെന്ന് ശെമയോൻ പത്രോസേ, നീ കാണുന്നില്ലേ? എൻ്റെ പാറയാകാൻ ആവശ്യമുള്ളതെല്ലാം നിനക്കുണ്ട്. ഒന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, ഒന്നും എടുത്തു കളയുകയും വേണ്ട. ശെമയോൻ, നീ സത്യമായി കപ്പൽ സഞ്ചാരിയായിരിക്കും. നിന്നെ അനുഗമിക്കുന്നവനോട് നീ പറയും, ധ്രുവ നക്ഷത്രത്തെ നോക്കിക്കൊള്ളൂ, അതായത് ഈശോയെ. ചുക്കാൻ മുറുകെ പിടിക്കുക. ശക്തി, ധൈര്യം, ഉറപ്പ്, ശ്രദ്ധ, വിശ്രമം അറിയാതെ കഠിനാധ്വാനം, എല്ലാത്തിന്മേലും നോട്ടം, ശോഭിച്ച കടലിലും എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കഴിവ്, ഇവയെല്ലാം അഭ്യസിക്കുക എന്ന്. പിന്നെ മൗനമായിരിക്കുക എന്ന കാര്യം കൊള്ളാം. മത്സ്യം അത് നിന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഞാൻ മത്സ്യത്തിനേക്കാൾ മൂകനാണ്. മറ്റു സംസാരങ്ങൾ ഏത് കരിയില പക്ഷിക്കും ഞാൻ ചിലയ്ക്കുന്നത് പോലെ ചിലക്കാൻ പറ്റും. എന്നാൽ ഗുരുവേ, എന്നോടൊന്ന് പറയൂ,
നീ എനിക്കൊരു പുത്രനെയും തരുമോ? ഞങ്ങൾക്ക് പ്രായമായി. പക്ഷെ നീ പറഞ്ഞല്ലോ സ്നാപകന്റെ അമ്മ വൃദ്ധയായിരുന്നുവെന്ന്. ഇപ്പോൾ നീ പറഞ്ഞു നിന്റെ പിന്നാലെ വരുന്നവനോട് നീ പറയുമെന്ന്. ഒരു മനുഷ്യന്റെ പിന്നാലെ അവന്റെ പുത്രനല്ലാതെ ആര് വരാനാണ്? പത്രോസിന്റെ മുഖത്ത് യാചനയുടെയും പ്രത്യാശയുടെയും ഭാവമാണുള്ളത്. ഇല്ല പത്രോസേ, അതോർത്ത് നീ അസ്വസ്ഥനാകേണ്ട. മേഘം സൂര്യനെ മറച്ചു കഴിയുമ്പോൾ തടാകം എങ്ങനെയോ അതുപോലെ തന്നെ ആയിരിക്കുന്നു നീ ഇപ്പോൾ. പ്രകാശം മാറി ഇരുളായി ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട പത്രോസേ, നിനക്കൊന്നല്ല 1000 10,000 പുത്രന്മാർ, അതും എല്ലാ നാടുകളിലും ഉണ്ടാകും. ഞാൻ നിന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ, നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന്? ഓ ശരിയാണ്. പക്ഷേ എന്നെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയുള്ളത് എത്ര നല്ലതായിരിക്കും. നിനക്ക് എണ്ണാൻ കഴിയാത്ത വിധം അത്രയധികം പുത്രന്മാർ നിനക്കുണ്ടാകും. നീ അവർക്ക് നിത്യജീവൻ നൽകും. നീ അവരെ സ്വർഗത്തിൽ കാണും. അവരെ കൂട്ടി എൻ്റെ പക്കൽ വന്ന് നീ ഇങ്ങനെ പറയും, ഇതാ നിന്റെ പത്രോസിന്റെ മക്കൾ. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് തന്നെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിന്നോട് പറയും, ശരി പത്രോസേ, നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിക്കൊള്ളട്ടെ. കാരണം നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യും. ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് എത്ര കാരുണ്യത്തോടെയാണ്. ഭൗമികമായ പിതൃത്വത്തിനുള്ള പ്രതീക്ഷ കെട്ടുപോകുന്നതിൻ്റെ പ്രയാസത്തിൽ പത്രോസ് ഉമിനീർ വിഴുങ്ങുന്നു. അതേസമയം ഈശോ വെളിപ്പെടുത്തിയ മഹാഭാഗ്യമോർത്ത് സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്യുന്നു. പത്രോസ് പറയുന്നു, ഓ കർത്താവേ, നിത്യജീവൻ കൊടുക്കണമെങ്കിൽ നല്ലവരായി ജീവിക്കാൻ ആളുകളെ പഠിപ്പിക്കണമല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ആദ്യത്തെ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല. സമയം വരുമ്പോൾ ഗമാലിയേക്കാൾ നന്നായി പ്രസംഗിക്കാൻ നിനക്ക് കഴിയും. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്നാൽ നീ ഈ അത്ഭുതം ചെയ്യണം. കാരണം ഞാൻ തന്നെത്താൻ ചെയ്യുകയാണെങ്കിൽ. ഈശോ പത്രോസിനെ നോക്കി നേരിയ പുഞ്ചിരിയോടെ പറയുന്നു, ഇന്ന് ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. നമുക്ക് ഗ്രാമത്തിൽ കൂടി ഒന്ന് പോകാം. ആ വിധവയെ നമുക്ക് പോയി കാണാം. രഹസ്യമായിട്ടുള്ള ഒരു ദാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മോതിരം വിൽക്കാനുണ്ട്. എങ്ങനെയാണത് കിട്ടിയതെന്നറിയാമോ? ഈ വില്ലോ മരത്തിന്റെ തണലിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കല്ല് വന്ന് എൻ്റെ പാദത്തിനരികെ വീണു. ഒരു ചെറിയ പൊതി. ആ കല്ലിനോട് ചേർന്ന് തുകൾനാട കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. പൊതിക്കുള്ളിൽ ഈ മോതിരം. തുകൾനാടയിൽ ഒരു വാക്ക്, ദാനധർമ്മം. ഞാനൊന്ന് കാണട്ടെ. ഓ മനോഹരമായത്, ഒരു സ്ത്രീയുടെ മോതിരം. എത്ര ചെറിയ വിരൽ. എന്നാൽ സാധനത്തിന് എന്താ ഭാരം. നീ അത് വിൽക്കണം. എനിക്കത് പറ്റുകയില്ല. സത്രക്കാരിൽ സ്വർണം വാങ്ങുന്ന ആളാണ്. ബേക്കറിയുടെ അടുത്ത് ഞാൻ കാത്തു നിൽക്കാം. നീ പോയിട്ട് വരും. എന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്വർണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വിശക്കുന്നവന് അപ്പത്തിനുള്ള വകയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിനക്കറിയാവുന്നതുപോലെ ചെയ്യൂ. ദൈവം നിന്നോടുകൂടെ. പത്രോസ് വലതുവശത്തേക്ക് പോകുന്നു. ഈശോ സാവധാനത്തിൽ ഇടതുഭാഗത്തേക്കും പോകുന്നു. ഈശോ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നടത്തിപ്പുകാരന്റെ ഭവനത്തിനപ്പുറം കാടിന്റെ മറുവശത്ത് ഗ്രാമം കാണാം.